അനസ്ക ഇയറിന്റെ ഓഫറാണ്, ക്രിസ്മസിന്റെ ഓഫർ കഴിഞ്ഞു. നമ്മുടെ സ്ഥാപനം എല്ലാ മാസവും ഓഫർ തന്നെയല്ലേ, ഓട്ടോ ബോട്ടിൽ ഓഫറുള്ള പരിപാടിയല്ലേ. ഓക്കെ, അപ്പൊ മഹീന്ദ്ര എന്ന് പറയുന്നേരം പലരും കമന്റ് ചെയ്യാറുണ്ട് മഹീന്ദ്ര എവിടെ റേറ്റ് കൂടുതലാണെന്നുള്ളത്. ഒരിക്കലും ഇല്ല, ഓട്ടോ ബോട്ടിൽ ഒരിക്കലും വില കൂടുതൽ പറയൂല്ലോ, വളരെ തുച്ഛമായ കസ്റ്റമർ അല്ലേ പറയുക. ഫസ്റ്റ് വണ്ടി 2019 മോഡൽ ടിയാഗോ XT 3,80,000 രൂപ. കിലോമീറ്റർ എത്ര ഉണ്ട്? കിലോമീറ്റർ 67,000. വണ്ടിക്ക് എന്താ പ്രശ്നമുള്ളത്? ഒന്നുമില്ല, വിൻഷീൽഡ് ഗ്ലാസ് മാത്രം റീപ്ലേസ്മെന്റ്. റീപ്ലേസിന്റെ മുകളിൽ 4,400 വരെ വരുന്ന വണ്ടി 3,80,000 രൂപ കൊടുത്തേക്കാം നമുക്ക്. 2019 എന്നുള്ളതാണ്. അതെ, ഓണർഷിപ്പ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. നല്ല വണ്ടിയാ, നല്ല വണ്ടി. മഹീന്ദ്രന്റെ വാറന്റി കിട്ടില്ല, 2 വർഷം നമുക്ക് വാറന്റിയും കൊടുക്കുക, 1 വർഷം റോഡ് അസിസ്റ്റന്റ്. 1.2 ലിറ്റർ എഞ്ചിൻ ആയിരിക്കും വരുന്നുണ്ടാവും. ഏകദേശം 13, 14, 15 റേഞ്ചിൽ മൈലേജ് ഉണ്ടാവും. കമ്പനി ഹിസ്റ്ററി പക്കേറ്റ് കൊടുക്കുന്ന വണ്ടിയാണ്. അതെ അതെ. ലോൺ നമുക്ക് ഏകദേശം ഫുൾ ലോൺ ക്യാഷ് ബാക്ക് കൊടുക്കാം, ക്യാഷ് ബാക്ക് കൊടുക്കാം. കാരണം 4.4 റേഞ്ചിൽ ലോൺ വരുന്ന വണ്ടി എന്ന് പറയുന്ന നേരം 3.80 വണ്ടിക്ക് വില ഏകദേശം 45 റുപ്യേന്റെ അടുത്ത് തന്നെ കൊടുക്കാം, കസ്റ്റമർ കൊടുക്കാം ഒറ്റ വണ്ടിയുടെ ഉള്ളു. അതെ, ഇത് പറയുന്ന നേരം കുറച്ച് പേര് ലോൺ പ്രോത്സാഹിപ്പിക്കാന്നൊക്കെ പറയാറുണ്ട്. കുറെ പേര് ചോദിക്കുന്ന കാര്യമാണ് ഇൻട്രസ്റ്റ് അതേ റേറ്റ് തന്നെ, പ്രോസസിംഗ് ഫീസ് ഇല്ലാത്ത കുറച്ച് ഞങ്ങൾക്ക് എക്സ്ട്രാ ക്യാഷ് ആയിട്ട് തരാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കീം പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ആവശ്യക്കാർ മാത്രം എടുക്കുക, പലിശ. നമസ്കാരം, ഞാൻ അബി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ ബാക്കിൽ കാണുന്ന ബോർഡ് കണ്ടാൽ അറിയാം കുറച്ച് പേർക്കെങ്കിലും ഓട്ടോ ബോട്ട് കണ്ണൂർ മഹീന്ദ്രയുടെ ഫസ്റ്റ് ചോയ്സ് ഡീലർഷിപ്പാണ്. ലൊക്കേഷൻ വരുന്നത് നേരെ ഈ കാണുന്നത് എടക്കാട് പോലീസ് സ്റ്റേഷനാണ്. അതിനേക്കാളും വലിയൊരു ലാൻഡ്മാർക്ക് തരാനില്ല. തൊട്ടപ്പുറത്തുള്ളത് നമ്മളെ കണ്ണൂർ എടക്കാട് തലശ്ശേരി ബൈപ്പാസ് ആണ്. അതിന് നേരെ മുന്നിലായിട്ട് നിൽക്കുന്ന ഈ ഒരു ഷോറൂമിൽ നമുക്ക് ഇന്ന് പരിചയപ്പെടാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 വർഷം വരെ മഹീന്ദ്ര വാറണ്ടി തരുന്ന വണ്ടികൾ, അതിൻ്റെ കൂടെ തന്നെ 100% ലോൺ കിട്ടുന്ന വണ്ടികൾ, ചിലപ്പോൾ അതിൽ കൂടുതൽ കിട്ടുന്ന വണ്ടികൾ ഉണ്ടാവാറുണ്ട് ഇവിടെ, ചിലപ്പോൾ ഇന്നും ഉണ്ടാവും. അതേപോലെ തന്നെ 1 ഇയർ റോഡ് സൈഡ് അസിസ്റ്റൻസ്, പിന്നെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള വണ്ടികൾ, അത്യാവശ്യം മാർക്കറ്റ് റേറ്റിനേക്കാളും എല്ലാ തവണത്തെ പോലെ തന്നെ ഇന്നും കുറവാണെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മൾ വീഡിയോ ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സോ മൂവിങ് ടു ദ വീഡിയോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നേരെ വണ്ടി വിശേഷങ്ങളിലേക്ക്. 2019 മോഡൽ 30,000 കിലോമീറ്റർ ഓടിക്കുന്ന എക്സിറ്റ് പ്ലസ് ടിയാഗോ 30,000 കിലോ എഞ്ചിൻ തന്നെയാണ്. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. എക്സിറ്റ് പ്ലസ് ടിയാഗോ 4,45,000 രൂപ. 19 മോഡൽ 30,000 കിലോമീറ്റർ ഓടിക്കുന്ന ക്വാളിറ്റി വണ്ടി. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഒന്നുമില്ല, ക്വാളിറ്റി വണ്ടി. 2 വർഷം തന്നെ മഹീന്ദ്രന്റെ വാറന്റി കിട്ടും. വാറന്റി 1 വർഷം റോഡ് അസിസ്റ്റന്റും കൊടുക്കാം. ഫുൾ ഓപ്ഷൻ വണ്ടി ആവുന്ന നേരം നമുക്ക് ഈ 4.4 4.40 അല്ലേ പറഞ്ഞേ, 4.45 എന്ന് പറയുന്ന ആ റേറ്റിനകത്ത് തന്നെ നമുക്ക് ലോൺ ഏകദേശം എത്ര വരുന്നുണ്ട്? മാക്സിമം 4 ലക്ഷം 4.10 20 ലോൺ ആക്കി കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ? കമ്പനി ഹിസ്റ്ററി ഉണ്ട്, ഒരു കുറ്റവും പറയാനില്ല. ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ്മെന്റ് ഇല്ല, ഫ്ലഡ് ഇല്ല, 100% നല്ല വണ്ടി. പിന്നെ മഹീന്ദ്രന്റെ വാറന്റി മതിയല്ലോ, ധാരാളം. 2019 മോഡൽ നിയോസ് ഓട്ടോമാറ്റിക് 5,90,000 രൂപക്ക് നിയോസ് ഓട്ടോമാറ്റിക് പുതിയ വണ്ടിക്ക്. നിലവിൽ ഇത് വേരിയന്റ് മാഗ്നയാണോ സ്പോർട്സ് ആണോ? സ്പോർട്സ്. 9 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഓട്ടോമാറ്റിക്കിന് റേറ്റ് വരുന്നുണ്ട്. അതെ, അപ്പം 2019 4 വർഷം കൊണ്ട് ഏകദേശം നല്ലൊരു റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ, പിന്നെ മഹീന്ദ്രന്റെ വാറന്റി വരുന്നതിനെ കൊണ്ട് ഇപ്പം എക്സ്റ്റൻഡ് വാറന്റി ഇല്ലാത്ത വണ്ടി ആണെങ്കിൽ കൂടെ എടുക്കുന്ന ആൾക്ക് ടെൻഷൻ ഇല്ല. എക്സ്റ്റൻഡ് വാറന്റി കൂടുതൽ പ്രയോറിറ്റി കൊടുക്കണല്ലോ മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സിന്റെ വാറന്റി. ഒരുപാട് പാർട്സ് കവറേജ് ഫസ്റ്റ് ചോയ്സ് കൊടുക്കുന്നുണ്ടല്ലോ. അതായത് ഇപ്പം മഹീന്ദ്ര വാറന്റിയിൽ എന്തൊക്കെയാ കവേർഡ് ആവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേയ്മാനം വരാത്ത ക്ലച്ചും ബ്രേക്കും ഇതൊഴികെ ബാക്കി എല്ലാ വാറന്റി കൊടുക്കാം. ഇതിലാണ് നിയോസിന്റെ ഡീറ്റെയിൽ ഉള്ളത്. നിയോസിന് ലോൺ 5.85 ലോൺ മാക്സിമം ലോൺ ആക്കി കൊടുക്കാം നമുക്ക്. ഫുൾ ലോൺ നോക്കാം നമുക്ക്. 2018 മോഡൽ 19 രജിസ്ട്രേഷൻ ഗ്രാൻഡ് ഐറ്റൻ മാഗ്ന 40,000 കിലോമീറ്റർ ക്വാളിറ്റി വണ്ടി. പെട്രോൾ ആണ് 1.2 കാപ്പ എഞ്ചിൻ തന്നെയായിരിക്കും വരുന്നുണ്ടാവുക. അതെ. സ്പോർട്സ് എന്ന് പറയുന്നത് നമുക്ക് ഫീച്ചർ ആയിട്ട് AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് ഉണ്ട്, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് വരുന്നുണ്ടാവും, എയർ ബാഗ് 2 എണ്ണം വരുന്നുണ്ടാവും. ഇത്രയ്ക്കായിരുന്നു സ്പോർട്സിൽ വരുന്നുണ്ടാവുക. നല്ല വണ്ടി, 4 ടയർ പുതിയത്, 5 ടയറും പുതിയത്. 4,45,000 രൂപ കൊടുക്കാം നമുക്ക്. 2019. അതെ, 2 വർഷത്തെ വാറന്റി ഉണ്ടാവും. യെസ്. ഓക്കെ. അതേസമയം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഒന്നുമില്ല. കിലോമീറ്റർ എത്രയായിരുന്നു പറഞ്ഞത്? 40,000 കിലോമീറ്റർ. 40,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്, റീപ്ലേസ്മെന്റ് ഇല്ലാത്ത വണ്ടി. ഓക്കെ. അടുത്തത് 2019 മോഡൽ ഗ്ലാൻസ ഓട്ടോമാറ്റിക്. വി ആണ്. വി എന്നുള്ളത് ഫുൾ ഓപ്ഷൻ തന്നെയല്ലേ വരുന്നത്? അതെ. എലോയ് വീൽസ് വരുന്നുണ്ടാവും, അതായത് കമ്പനി എലോയ് വീൽസ് തന്നെ വരുന്നുണ്ടാവും. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് ഉണ്ടാവും. ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് നമുക്കിവിടെ ആംറസ്റ്റ് കൊടുത്തതായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതേപോലെ തന്നെ 2 എയർ ബാഗ് വരുന്നുണ്ടാവും. ഇത്രയ്ക്കായിരിക്കും ഗ്ലാൻസയിൽ ഫീച്ചർ ആയിട്ട് വരുന്നത്. സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് അഡീഷണൽ വരുന്നുണ്ട്. ഫുൾ ഓപ്ഷൻ അതിനെ കൊണ്ട്. ബാക്ക് സ്പോയിലർ, ഡിഫോഗർ, റിയർ വൈപ്പർ.
കിലോമീറ്റർ എത്ര ഉണ്ട് ഗ്ലാൻസ്? കിലോമീറ്റർ 35,000. നമ്മളെ വിലേന തന്നെയാണ് ഏകദേശം 18-20 റേഞ്ചിൽ സ്മൂത്ത് ആയിട്ട് പെട്രോൾ മൈലേജ് ഉണ്ടാവും. അതെ. വണ്ടിക്ക് ലോണൊക്കെ എത്ര കിട്ടുന്നുണ്ടാവും? ലോണൊക്കെ ഒരു 7 ലക്ഷം 7.25 ലക്ഷം രൂപ ലോൺ ആക്കാം നമുക്ക്. 8 ലക്ഷം രൂപ കൊടുക്കാം നമുക്ക്. 8 ലക്ഷം രൂപ കൊടുക്കാം. ഗ്ലാൻസ 19 മോഡൽ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ റേറ്റ് 2019 വണ്ടിക്ക് ഇത്ര റേറ്റ് ഒന്ന് വെക്കുന്ന നേരം ഓട്ടോമാറ്റിക്കിന്റെ റേറ്റോടെ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്താൽ മതി. അനസ്ക അടുത്ത് 2019 മോഡൽ സ്വിഫ്റ്റ് VXi. 19 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് സ്വിഫ്റ്റ് VXi. ഓക്കെ. 6 ലക്ഷം രൂപ കൊടുക്കാം നമുക്ക്. 6 ലക്ഷം രൂപയ്ക്ക്. സ്വിഫ്റ്റ് VXi ആണോ ZXi ആണോ? VXi. VXi ആണ്. എല്ലാ വീൽസ് വരുന്നില്ല. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്, സ്റ്റിയറിംഗ് മോട്ടർ കൺട്രോൾസ്, എയർ ബാഗ് 2 അതെ. സ്റ്റാൻഡേർഡ് ഫീച്ചർ ആയിട്ട് ഇത്രയും വരുന്നത്. കിലോമീറ്റർ എത്ര ഓടിയാണ് അനസ്ക? കിലോമീറ്റർ 45,000. 20-ന് മുകളിൽ എങ്ങനെയാലും പെട്രോളും മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. അതെ. അതേ സമയത്ത് കമ്പനി ഹിസ്റ്ററി ഉള്ളതല്ലേ? ഉണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ്, സിംഗിൾ ഓണർഷിപ്പ്? സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. ഇതൊക്കെ 2 വർഷം വാറണ്ടി, റോഡ് അസിസ്റ്റന്റ് കൊടുക്കാൻ പറ്റുന്ന വണ്ടികളാണ്. ഒരു പുതിയ വണ്ടി എടുക്കുന്ന പോലെ ടെൻഷൻ ഫ്രീ ആയിട്ട് ഇറക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അടുത്ത 2010 ലോണൊക്കെ മാക്സിമം ലോൺ ആക്കി കൊടുക്കാം. ഓക്കെ. 14 മോഡൽ വെർണ ഡീസൽ SX വെർണ ഡീസൽ. അതെ. SX എന്നുള്ളത് ഫുൾ ഓപ്ഷൻ ആണ്. അതെ. ഫീച്ചർ സൈഡിൽ OE എല്ലാ വീൽസ് വരുന്നുണ്ടാവും. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്, സ്റ്റിയറിംഗ് മോട്ടർ കൺട്രോൾസ്, 2 എയർ ബാഗ്. ഇത്രയാണ് ബേസിക് ആയിട്ട് ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവും. 1.6 CRD എഞ്ചിൻ ആയിരിക്കും വരുന്നത്. ഏകദേശം 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. കിലോമീറ്റർ എത്ര ഓടിയാണ് അനസ്ക? കിലോമീറ്റർ 1,10,000 കിലോമീറ്റർ. കമ്പനി ഹിസ്റ്ററി കുറവാ. നല്ല വണ്ടി. ഓക്കെ. വാറണ്ടി ഇല്ല. വാറണ്ടി 1 ലക്ഷത്തിന് മുകളിലായിട്ട് കൊണ്ടാണ്. അതെ, 1 ലക്ഷത്തിന് മുകളിലായതുകൊണ്ടും 14 മോഡൽ ആയതുകൊണ്ടും 16 ശേഷമല്ലേ നമുക്ക് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. 3,70,000 രൂപ കൊടുക്കാം നമുക്ക്. അത് ഇനി കുറയുന്നുണ്ടാവും. ഫൈനൽ വില ഞാൻ ഈ പറഞ്ഞതല്ല, ഫൈനൽ വിലയാണ്. അതെ. അതേസമയത്ത് ലോൺ എന്തായാലും 4 ലക്ഷത്തിന്റെ അടുത്ത് തന്നെ 2024 വരുന്നുണ്ട്. കൊടുക്കാം. 2022 മോഡൽ 23 രജിസ്ട്രേഷൻ. ക്ലൈംബർ ആണോ അല്ലെങ്കിൽ 1 ലിറ്റർ ആണോ 800 cc ആണോ? 1 ലിറ്റർ ഓട്ടോമാറ്റിക് 22 മോഡൽ 23 രജിസ്ട്രേഷൻ ഓട്ടോമാറ്റിക്. ഓക്കെ. ഒരു 10,000 കിലോമീറ്റർ ഓടിക്കുന്ന വണ്ടി. 10,000 കിലോമീറ്റർ. അതെ. അതേസമയത്ത് റീപ്ലേസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഒന്നുമില്ല. ക്വാളിറ്റി വണ്ടി. 4,95,000 രൂപ കൊടുക്കാം നമുക്ക്. 4,95 ആണ് റേറ്റ്. അതെ. 4,95 വണ്ടിയുടെ റേറ്റ്. നിലവിലുള്ള കണ്ടീഷൻ എന്താണ്? നല്ല വണ്ടി. 10,000 കിലോമീറ്റർ ഓടിക്കുന്ന എക്സ്റ്റൻഡ് വാറണ്ടി പോലും ഉള്ള വണ്ടി. അതായത് 3 വർഷം എങ്ങനെയാലും 2026 വരെ വാറണ്ടി ഉണ്ട്. ഓക്കെ. അടുത്ത 2019 മോഡൽ ബലേനോ ആൽഫ എന്നുള്ളത് ഫുൾ ഓപ്ഷൻ വണ്ടി. 55,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ. 6,95,000 രൂപ കൊടുക്കാം നമുക്ക്. പുതിയ ബലേനോന് എത്ര വരുന്നുണ്ട്? ഏകദേശം 11 ലക്ഷം രൂപ അടുത്ത് വരുന്നില്ലേ റിവില്? അടുത്ത് 2019 മോഡൽ ഫോർഡ് 30,000 കിലോമീറ്റർ ഓടിക്കുന്ന സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഫിഗോ ആണോ? ഫിഗോ ഫോർഡ് ഫിഗോ 6 എയർ ബാഗ് വരുന്ന വണ്ടി. ടൈറ്റാനിയം പ്ലസ് 30,000 കിലോമീറ്റർ ഓടിക്കുന്ന ഹൈ ക്വാളിറ്റി വണ്ടി. ഡീസൽ പെട്രോൾ ഏകദേശം 13-15 റേഞ്ചിൽ മൈലേജ് ഉണ്ടാവും. പിന്നെ പണിയൊന്നും പേടിക്കണ്ട. ഫോർഡ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നതിനെ കൊണ്ട് പാർട്സ് കിട്ടുമെന്നുള്ള ടെൻഷൻ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഓക്കെ. റേറ്റ് 5,35,000 രൂപ കൊടുക്കാം. ലോൺ എത്ര കിട്ടുന്നുണ്ടാവും? മാക്സിമം ലോൺ ചെയ്തു 5 ലക്ഷം ലോൺ ആയി കൊടുക്കാം. 2 വർഷം വാറണ്ടി കിട്ടുന്നുണ്ടോ? 2016 മോഡൽ ബലേനോ ആൽഫ സീറ്റ ഡെൽറ്റ. ഇത് ഡെൽറ്റ ആയിരിക്കും. എല്ലാ വീൽസ് കാണുന്നില്ല. സൈഡിൽ നോക്കുകയാണെങ്കിൽ AC പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും, 4 ഡോർ പവർ വിൻഡോസ് ഉണ്ട്, സ്റ്റിയറിംഗ് മോട്ടർ കൺട്രോൾസ് വരുന്നുണ്ട്, എയർ ബാഗ് 2 വരുന്നുണ്ടാവും. ഏകദേശം 18 അടുത്ത് ഇത് 2016 മോഡൽ ബലേനോ ഡെൽറ്റ 1,20,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർഷിപ്പ് ക്വാളിറ്റി വണ്ടി. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടി. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. 4,70,000 രൂപ ഫുൾ ഓൺ. ഓക്കെ. 2016 ഡെൽറ്റ എന്ന് പറയുന്ന നേരം മുകളിലാണ് വേരിയന്റ് ആയിട്ട് വരും. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്, സ്റ്റിയറിംഗ് മോട്ടർ കൺട്രോൾസ് ആയിരിക്കും ബേസിക് ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നുണ്ടാവുക. അതേപോലെ തന്നെ ഒരു എയർ ബാഗും വരുന്നുണ്ടാവും. അല്ല, 2 എയർ ബാഗ് വരുന്നുണ്ട്. 2 എയർ ബാഗും വരുന്നുണ്ടാവും. ബാക്ക് സ്പോയിലറും റിയർ വൈപ്പറും വരുന്നുണ്ടോ ഡിഫോഗറിന്റെ കൂടെ തന്നെ. ഇത്രയ്ക്കായിരിക്കും ഫീച്ചർ വരുന്നുണ്ടാവും. 4,70,000 ഫുൾ ലോൺ ആണ്. ഓക്കെ. ഇത്രയാണ് വണ്ടിയുടെ ഡീറ്റെയിൽസ് ഉള്ളത്. കമ്പനി വാറണ്ടി ഇല്ല. 1 ലക്ഷത്തിന് മേളിൽ ഓടിയുണ്ട് കൊണ്ട് വാറണ്ടി കിട്ടില്ല. പക്ഷെ എന്നാലും ഫുൾ ലോണിൽ ഇറക്കാൻ പറ്റുന്ന ഒരു വണ്ടി. അടുത്ത നമുക്ക് 2019 മോഡൽ കുറച്ച് സ്പീഡിലേക്ക് പോവാം. 2019 മോഡൽ വാഗണർ VXi 70,000 കിലോമീറ്റർ ഓടി 4,90,000 രൂപ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. VXi ആണ് സിംഗിൾ ഓണർഷിപ്പ്. 1.2 ആണ്. 1,200 cc എയർ ബാഗ് എല്ലാം വരുന്ന വണ്ടി കേട്ടോ. 4,90,000 രൂപ. 4 ഡോർ പവർ വിൻഡോ, ABS എയർ ബാഗ് എല്ലാം. അതെ. അടുത്ത 2020 മോഡൽ ബൊലോറോ ZLX പവർ പ്ലസ് വണ്ടി.
പവർ പ്ലസ് പറഞ്ഞാൽ 1.5 ലിറ്റർ ആയിരിക്കും എഞ്ചിൻ വരുന്നുണ്ടാവും. അത്യാവശ്യം മൈലേജ് വരുന്നുണ്ടാവും. ബൊളേറോ വീതിയുടെ ടയർ എലോയ് വീലൊക്കെ ചെയ്ത വണ്ടി 8,20,000 രൂപ കൊടുക്കാം നമുക്ക്. 2020 മോഡൽ. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ ZLX ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ലേ? അതെ അതെ. SLX-ന് മുകളിൽ വരുന്നതാണ് SLE, SLX, ZLX. ZLX ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. അതെ. AC പവർ സ്റ്റിയറിംഗ്, അതേപോലെ തന്നെ 4 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടാവും, എയർ ബാഗ് വരുന്നുണ്ടാവും. അതെ. പിന്നെ പോരാത്തിന് 1.5 നല്ല മൈലേജും നല്ല മൈലേജ്. ഇതും 2020 മോഡൽ BS6 വണ്ടി. ഓക്കെ. പവർ പ്ലസ് 7,90,000 രൂപ കൊടുക്കാം നമുക്ക്. 7,90,000 റേറ്റ് വരുന്നത്. ഇത് 2020 മോഡൽ. വേരിയന്റ് അത് ഇതും ZLX. ZLX ആണ്. അതെ. പവർ പ്ലസ് ആണ്. ടൈറ്റ് അതിനെക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പോകാൻ പറ്റുന്നില്ല. 7,90,000. ഇന്ത്യയിൽ അത്യാവശ്യം നീറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അനുസ്കത് 1.5 പവർ പ്ലസ് തന്നെയാണോ? അതെ. ഇത് പവർ പ്ലസ് അല്ലേ? അതെ. ഓക്കെ. 7 സീറ്റർ വണ്ടി. ഇത് ഫേസ് ലിഫ്റ്റ് ചെയ്ത വണ്ടിയാണ്. പുതിയ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്താണ്. ഇത് മോഡൽ 19 പറഞ്ഞ. ഇത് 20 വണ്ടി. 28 മാസം വണ്ടി. ഓക്കെ. ഇതിന് 2 ബോളറേക്ക് ലോണൊക്കെ എത്ര കിട്ടുന്നത്? ലോണൊക്കെ നമുക്ക് 7,5 ലക്ഷം രൂപ നമുക്ക് ആക്കി കൊടുക്കാം. അതായത് ഫുൾ ലോൺ തന്നെ ബോളറേക്കും കിട്ടുന്നുണ്ടാവും. 2019 മോഡൽ ടിയാഗോ ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെയുള്ള വേരിയന്റ് ആണ്. എക്സെഡ് പ്ലസ് ആണ്, കുറക്കല്ലേ. എക്സെഡ് പ്ലസ് 19 മോഡൽ. ഫുൾ ഓപ്ഷൻ എന്ന് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് ഉണ്ടാവും, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് വരുന്നുണ്ടാവും. അതെ. 1.2 ലിറ്റർ എഞ്ചിനകത്ത് ഏകദേശം നമുക്ക് 15ന്റെ മുകളിൽ മൈലേജും കിട്ടുന്നുണ്ടാവും. എലോയ് വീല് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി. 4,25,000 രൂപ ഫുൾ ലോൺ. 4,25,000 റേറ്റ് വരുന്നത്. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. KL 14 കാസർഗോഡ് രജിസ്ട്രേഷൻ ആണ്. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഓക്കെ. അടുത്ത വണ്ടി അടുത്ത നമുക്ക് 2019 മോഡൽ നെക്സോൺ ക്രാസ് എന്ന് പറഞ്ഞ വേരിയന്റ് വരുന്നതാണ്. ക്രാസ് ലിമിറ്റഡ് എഡിഷൻ വണ്ടി. 19 മോഡൽ 40,000 കിലോമീറ്റർ. അതിൽ കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ടാവുമല്ലോ. 6,30,000 രൂപ ഫുൾ ഓൺ. 2019 മോഡൽ നെക്സോൺ. പെട്രോൾ കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? 40,000 കിലോമീറ്റർ. വാറന്റി കിട്ടില്ല. വാറന്റി കിട്ടും. റേറ്റ് 6,30,000 രൂപ ഫുൾ ഓൺ ആണ്. ഫുൾ ഓൺ. അടുത്ത 2017 മോഡൽ ഇഗ്നിസ് ആണ്. 17 മോഡൽ 15,000 കിലോമീറ്റർ ഓടിയേക്കണ വണ്ടി ഇതാണ്. അതെ. 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഇഗ്നിസ് മോഡൽ. 17 മോഡൽ 18 രജിസ്ട്രേഷൻ. 4,60,000 രൂപ കൊടുക്കാം നമുക്ക്. ഇത് വേരിയന്റ് ഏതാ? ഇത് ഡെൽറ്റ. ഡെൽറ്റ എന്നുള്ളത് സിഗ്മയ്ക്ക് തൊട്ട് മുകളിലുള്ള മിഡിൽ ഓപ്ഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതെ. ഇത് റോഡ് പണീന്റെ 460 ഫുൾ ഓൺ. ഫുൾ ഓൺ. കിലോമീറ്റർ 15,000. ഓക്കെ. ഇത് 2017 മോഡൽ ഇഗ്നീസ് 50,000 കിലോമീറ്റർ ഓടി 4,20,000. ഓക്കെ. ഇത് 2017 4,20,000 രൂപ. അടുത്ത 2000 സിഗ്മ. സിഗ്മ നല്ല ബേസ് ആണ്. സാറ് വന്നപ്പോഴത്തേക്കും ഒരു ഗസ്റ്റ് റൂളെല്ലാം പോയി, ഫ്ലോ അങ്ങ് പോയി. ഇതിന് ഫുൾ ഓൺ അല്ലേ? 4,20,000. അതെ അതെ. ഇത് 2020 മോഡൽ. ഓക്കെ. 2020 മോഡൽ കിഡ് RSL 12,000 കിലോമീറ്റർ ഓടിയേക്കണം. വേരിയന്റ് ഏതാ? ഇത് RXT. RST എന്നുള്ള ഫുൾ ഓപ്ഷൻ ആണ്. 1 ലിറ്റർ അല്ലേ ഇത് വരിക? അതെ. ക്ലൈംബർ ആണോ? ക്ലൈംബർ അല്ല, കിഡ് തന്നെ. കിഡ് തന്നെയാണ്. ഓക്കെ. 12,000 കിലോമീറ്റർ 3,70,000 രൂപ. 3,75. 2020 മോഡൽ. ഓക്കെ. 12,000 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട് റീപ്ലേസ് ഒന്നുമില്ല. 2 വർഷം വാറണ്ടി, 1 വർഷം റോഡ് അസിസ്റ്റന്റ്. 2021 മോഡൽ ടിയാഗോ എക്സെഡ് പ്ലസ് ഫുൾ ഓപ്ഷൻ വണ്ടി. 6 ലക്ഷം രൂപ. 21 ടിയാഗോയാ? അതെ. ന്യൂ ഷേപ്പ് ആണ് ടിയാഗോ വരുന്നത്. എക്സെഡ് പ്ലസ് പുതിയ വണ്ടിക്ക് ഏകദേശം 2023 റേറ്റ് വരുന്നത് 9 ലക്ഷം രൂപയ്ക്ക് അടുത്താണ്. അതെ. അപ്പം ഇത് 2024, അതായത് വാറണ്ടി ഉള്ള വണ്ടിയില്ലേ? അതെ അതെ അതെ. ലോണൊക്കെ ഫുൾ ലോൺ ആക്കി കൊടുക്കാം. 2020 മോഡൽ VXI എക്സ്പ്രസോ 10,000 കിലോമീറ്റർ ഓടിക്കണം. VXI ഓട്ടോമാറ്റിക് ആണോ മാനുവൽ? 4,20,000 രൂപ കൊടുക്കാം നമുക്ക്. 2020. അതെ. അടുത്ത 2021 VXI പ്ലസ്. എല്ലാം വാറണ്ടി കിട്ടുന്ന വണ്ടികൾ. അടുത്ത VXI പ്ലസ് 4,40,000 രൂപയ്ക്ക് 2021 മോഡൽ VXI പ്ലസ്. കിലോമീറ്റർ എത്ര? ഇതും 15,000. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ക്വാളിറ്റി വണ്ടി. അതേപോലെ തന്നെ ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. അടുത്ത 2021 മോഡൽ ടിയാഗോ. 21 മോഡൽ ടിയാഗോ. അതെ.
വേരിയന്റ് അനസ്ക എല്ലാം എക്സെഡ് പ്ലസ്. ടിയാഗോ 10 എണ്ണമുണ്ട് കേട്ടോ. ഇതെല്ലാം പുതിയ വണ്ടികൾ, 12,000 15,000 കൂടിയ വണ്ടികൾ. ഇത് 25,000 കിലോമീറ്റർ ഓടി. ഇത് 5,70,75,000 രൂപ. 25,496. അതെ, 5,70,75,000 രൂപ കൊടുക്കാം. 21 2021 വണ്ടി 2024 അടുത്ത വർഷം കൂടെ വാറന്റി ഉണ്ടാവും. അതെ, സിംഗിൾ ഓണർഷിപ്പ് ആണ്, റീപ്ലേസ് ഇല്ല. ഇല്ല. എക്സെഡ് പ്ലസ് എന്നുള്ള ഫുൾ ഓപ്ഷൻ ആണ്. അതെ, എല്ലാ വേരിയൻസും എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും ചെയ്യും. അതെ, 9 മോഡൽ കിഡ് 4,30,30,000 രൂപ. 800cc ആണോ 1000cc ആണോ? 1000cc. 1000cc കിഡ് RST അല്ലേ? അതെ. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ, 4 വിൻഡോസ്. പക്ഷേ ശരി 19 ഓക്കെ. കിലോമീറ്റർ 19. അതെ, 2 എയർ ബാഗ് വരുന്നുണ്ടാവും. കിലോമീറ്റർ എത്രയായിരുന്നു? 15,000 കിലോമീറ്റർ ആണ്. മനസ്സിലത്തിന് ഫുൾ ലോഡ് തന്നെ കിട്ടുന്നുണ്ടാവോ? പിന്നെ ആക്കി കൊടുക്കാലോ. 5,20,000 രൂപ കൊടുക്കാം. 2015. അതെ. ആൽഫയാണോ? സീറ്റ ആണ്. ആൽഫയ്ക്ക് തൊട്ട് താഴെയുള്ളതാണ്. ആകെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ടാവില്ല, എല്ലോ വീൽസ് ഉണ്ടാവില്ല. ബാക്കി ഒരു എല്ലാ ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് സീറ്റിൽ വരുന്നുണ്ടാവുക. അതെ. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ, 4 വിൻഡോസ് വരുന്നുണ്ടാവും. 2 എയർ ബാഗ് ഉണ്ടാവും. അപ്പോൾ കിലോമീറ്റർ എത്ര വരാനോ? കിലോമീറ്റർ 40,000 കിലോമീറ്റർ ഓടി. സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ്. ജെനുവിൻ കിലോമീറ്റർ. ഓക്കെ, നല്ല വണ്ടി അല്ലേ? നല്ല വണ്ടി. അടുത്ത നമുക്ക് 2 വർഷം കൊടുക്കാം. നമുക്ക് 2 വർഷം കൊടുക്കാം നമുക്ക്. ഓക്കെ, അടുത്തത് 2019 മോഡൽ ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ്. പെട്രോൾ ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക് ZXA ഓട്ടോമാറ്റിക്. ഓക്കെ, ZXA എന്നുള്ളത് ഫുൾ ഓപ്ഷൻ ആണ്. 6,30,000 രൂപ കൊടുക്കാം നമുക്ക്. 2 എയർ ബാഗ് വരുന്നുണ്ടോ, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് ഉണ്ടോ, AC പവർ സ്റ്റിയറിംഗ് ഉണ്ടോ, AMT ട്രാൻസ്മിഷൻ ആയിരിക്കും വരുന്നത്. അതെ. ഏകദേശം ഒരു 18-20 റേഞ്ചിൽ, 20 ഉണ്ടാവില്ല, 18 റേഞ്ചിൽ എന്തായാലും മൈലേജ് കിട്ടുന്ന അത്യാവശ്യം നല്ലൊരു ഫാമിലി കാറാണ്. അതെ. ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് ചെയ്തിട്ടുണ്ട്. OE അലോയ് വീൽസിന് പകരം അത്യാവശ്യം നല്ല ഡിസൈനിലാണ് റെഡും ബ്ലാക്ക് ആയിട്ട് വരുന്നത്. വണ്ടിയായിട്ട് കോമ്പിനേഷൻ ഫുള്ളും കൊടുക്കാം നമുക്ക്. റേറ്റ് ഇത് 6,30,000 രൂപ കൊടുക്കണം. 6,30,000 2020. അതെ, 19. അടുത്ത 2021 മോഡൽ, 20 മോഡൽ 21 രജിസ്ട്രേഷൻ. 5,70,000 രൂപയ്ക്ക് ടിയാഗോ, 19,000 കിലോമീറ്റർ ഓടിക്കണം. ന്യൂ ഷേപ്പ്, ഡ്യൂൽ ടോൺ. എക്സെഡ് പ്ലസ് കുറക്കണ്ട, എല്ലാം കൂട്ടി പറഞ്ഞു. അതെ. ടിയാഗോന്റെ ഒരു 1 ശേഖരം തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. ടിയാഗോന്റെ 1 ശേഖരം. അതെ. ടാറ്റന്റെ ഷോറൂം ഉണ്ട് അടുത്ത്. 2019 വണ്ടിയുടെ 5,70,000 രൂപ. 19 വണ്ടി. ആ, ഫുൾ ലോഡ്. പിന്നെന്താ, ഫുൾ ലോഡ് കൊടുക്കാം നമുക്ക്. 5,70,000 രൂപ. കിലോമീറ്റർ എത്ര പറഞ്ഞു? 19,000. ലോ കിലോമീറ്റർ ആണ്. ഈ 19 മോഡലുണ്ട്. 20 മോഡൽ 21 രജിസ്ട്രേഷൻ ആണ്. അപ്പോൾ നമ്മളിത് വീഡിയോ നമ്മളിവിടെ റാപ്പ് ചെയ്യുകയാണ്. നമ്മളത് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വണ്ടികളെല്ലാം തന്നെ പുറകിൽ കാണുന്ന മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സ് ഓട്ടോബോട്ടിലുള്ളതാണ്. അത്യാവശ്യം മാർക്കറ്റ് റേറ്റിനേക്കാളും കമ്പാരിറ്റീവ്ലി ചില വണ്ടികൾക്ക് റേറ്റ് കൂടുതലാണ്. അതിനുള്ള മെയിൻ റീസൺ അവർ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിമാൻഡാണ്, വേറെ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടികളുടെ ക്വാളിറ്റി വ്യത്യാസം വരുന്നുണ്ട് എന്നുള്ളതിനെ കൊണ്ടാണ്. അപ്പോൾ ഈ വണ്ടികളെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ നേരെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് അവർ വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അവർ വാട്സാപ്പിലും കൂടെ ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു വീഡിയോ കാണുമ്പോൾ അബി സൈനിങ് ഓഫ്. Adios.